പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശൻ മരണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, എന്തിനാ മുത്തശ്ശൻ മരണത്തെ പറ്റിയൊക്കെ പറയുന്നതെന്ന്. മരണത്തെക്കുറിച്ച് പറഞ്ഞതല്ല മോനെ, എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ല തന്നെയാണ്. ഒരാൾ പോയിന്ന് വെച്ചിട്ട് ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ സാമ്പത്തിക അടിത്തറയുള്ള കുടുംബത്തിൽ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറയും. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, ആദ്യം ജോഡി ചേർന്ന് ഫോട്ടോ എടുക്കാം, എന്നിട്ട് പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് പറയുകയാണ്. ആദ്യം മുത്തശ്ശനും മുത്തശ്ശിയും നിൽക്കുന്ന പറയുകയാണ്. പിന്നീട് അങ്ങനെ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇങ്ങനെ ആദർശനും അതിനെയും നിൽക്കാതെ ആകുമ്പോൾ ഇങ്ങനെ മുത്തശ്ശൻ ഇനിയിപ്പോൾ ഈ പരിപാടി അറേഞ്ച് ചെയ്തവർ ഇങ്ങനെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ നയനേനെ ചേർന്ന് നിൽക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ദേവേനയാണെങ്കിലും ഇങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. അതിനുശേഷം പിന്നീട് എല്ലാവരും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നയനയാണെങ്കിലും ആദർശിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഷർട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആദർശ റൂമിലേക്ക് വരുമ്പോൾ എനിക്ക് ഡിന്നറൊക്കെ തന്നതല്ലേന്ന്, അപ്പോൾ എന്താ എൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റ് എന്ന് പറയും. അപ്പോൾ എന്താ ഇതെന്ന് ചോദിക്കും. ഇതൊരു ഷർട്ടാണെന്ന് പറയും. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ ആർട്ടിലൊക്കെ കഴിവ് തെളിയിച്ച കുട്ടിയല്ലേ, മോശമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയും. മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയാമെന്ന് നയനയും പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ടുണ്ട്, എനിക്ക് ചേരുന്ന കളറാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നയന പറയും, ആദർശേട്ടൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, എന്നെയാണ് മനസ്സിലാക്കാത്തതെന്ന് പറയും. അതൊന്നും നീ പറയണ്ട, അപ്പോൾ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പാർട്ടി അറേഞ്ച് ചെയ്തത്, പക്ഷേ നീ വീട്ടിലെ എല്ലാവരെയും അറിയിച്ചു അങ്ങനെ പറയാനായിട്ട്. അപ്പോൾ അത് എന്താ സംഭവിച്ചത് ഇതിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയും. എന്ത് സംഭവിക്കാനാ, നീ തന്നെ എല്ലാവരോടും പറഞ്ഞെന്ന് പറയും കേട്ടോ. അപ്പോൾ നയനയ്ക്കും അറിയില്ലല്ലോ അതെന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞില്ലേ, എല്ലാവരും ഭക്ഷണം കഴിച്ച് നല്ല സന്തോഷത്തോടു കൂടി തിരിച്ചു വന്നു. ഇനിയിപ്പോൾ അതൊക്കെ വിട്ടേക്ക്, അതുകൊണ്ട് വലിയൊരു വഴക്ക് ഒഴിവായില്ലേ. എന്നെ കൊണ്ടുപോകാൻ വരുന്ന സമയത്ത് അമ്മ ചോദിക്കില്ലേ എവിടേക്കാണ് പോണേന്നുള്ളത്. അപ്പോൾ എന്ത് പറയായിരുന്നു ആദർശേട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അമ്മേനോട് പറയാനുള്ളതൊക്കെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിന്നെ ഞാനല്ലേ വന്ന് കൊണ്ടുപോകുക, അപ്പോൾ ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നോട് മാത്രമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നീ അത് വീട്ടിൽ ആരോടും പറയണ്ട, എല്ലാവരും കൂട്ടി പോകാനാണെങ്കിൽ ഞാനത് നേരത്തെ തന്നെ വീട്ടിൽ പറയും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് അതിനെക്കുറിച്ച് ഇനിയൊരു സംസാരം വേണ്ട, അപ്പോൾ നീ തന്നെയാണ് പ്രതി എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് നയന പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നയന പറയും, ഇനിയിപ്പോൾ അത് വലിയ കാര്യമാക്കണ്ട, എല്ലാവരും നല്ല സന്തോഷത്തോടെ തിരിച്ചു വന്നല്ലോ, അപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ മാത്രമുള്ള ഫോട്ടോ ഒക്കെ ഇല്ലേ, അതൊക്കെ എന്നാ കിട്ടുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കിട്ടിയാൽ ഫ്രെയിം ചെയ്ത് 2-3 റൂമിൽ വെക്കണം എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എപ്പോഴും നിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഫോട്ടോ കൂടെ വേണമെന്ന് പറയും. അപ്പോൾ ഞാനിങ്ങനെ ചെറിയൊരു ദേഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു, അതിൽ ഞാൻ ഒറ്റയ്ക്കില്ലല്ലോ, ആദർശേട്ടനും ഇല്ലേ, അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ആദർശേട്ടനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നയന ഷർട്ട് കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഇത് വേണം നാളെ ആദർശേട്ടൻ വളകാപ്പിന് ഇടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാനതൊക്കെ പറഞ്ഞു പോകുന്ന സമയത്തും ആദർശ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് നവ്യയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പവും കാണാത്തതുകൊണ്ട് തന്നെ അബി ഇങ്ങനെ നവ്യ ഉറങ്ങിയ സമയത്ത് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇവൾക്കൊരു കുഴപ്പം കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നവ്യയുടെ വയറിൽ ഇങ്ങനെ തൊടുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കും പെട്ടെന്ന് നവ്യ ഞെട്ടി എണീക്കുന്നുണ്ട്, നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും. എനിക്കിപ്പോൾ ഒരു ഡയമണ്ട് നെക്ലേസ് വേണം, അത് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ രാത്രി നട്ടപ്പാതിരയ്ക്ക് ഇങ്ങനെ വിളിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചോദിക്കാതെ അബി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ എന്തിനാ എൻ്റെ വയറിൽ തൊട്ടേന്ന് പറയും. അപ്പോൾ നമ്മുടെ കുഞ്ഞ് അതിൻ്റെ ഉള്ളിലാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. രാത്രിയായപ്പോൾ നിനക്ക് കുഞ്ഞിൻ്റെ ഓർമ്മ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉറങ്ങൊന്നും വേണ്ടേ എന്നിങ്ങനെ പറയും. അതിനെ ഉണർത്താനാണോ എൻ്റെ വയറിൽ തൊട്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇങ്ങനെ ഉണരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അത് ഉണരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് അബിനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പം അബിയാണെങ്കിൽ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡോക്ടറെ എടുത്തിട്ട് പോകണോ, വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, അപ്പോൾ നീ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതാണ് എനിക്ക് വലിയ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കിടന്നിട്ടാണെങ്കിൽ കിടക്കുന്ന സമയത്ത് നവ്യ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞാൽ കിടക്കുന്നത്. അപ്പോൾ നീ എന്താ അങ്ങനെ കിടന്നതെന്ന് അബി ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ കിടന്നാലേ ഉറക്കം വരുള്ളൂ എന്ന് പറയും. അപ്പോൾ നവ്യ ആണെങ്കിൽ മനസ്സിൽ ഓർക്കുന്നത് ഇങ്ങനെ വയറിൽ തൊട്ട സമയത്ത് അബിക്ക് എങ്ങാനും പാഡ് വെച്ചാന്ന് മനസ്സിലായോ എന്നൊക്കെയാണ് കേട്ടോ ഓർക്കുന്നത്. പിന്നീട് ഇങ്ങനെ അബിനോടാണെങ്കിലും ഇങ്ങനെ നീ എന്നെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് അബിയാണെങ്കിൽ ലൈറ്റ് ഓഫാക്കിയിട്ട് അവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നവ്യയ്ക്കൊരു പ്രശ്നമില്ല എന്ന് കാണുമ്പോൾ അബിക്കും ദേഷ്യം വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ജലജയാണെങ്കിലും ഇങ്ങനെ നവ്യയ്ക്കൊരു പ്രശ്നം വന്നില്ലേ എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ കനകി അടുത്ത് തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഒച്ചയും ബഹളമൊന്നും അവിടുന്ന് കേൾക്കാനൊന്നും ഇല്ലല്ലോ, അവൾക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് എണീക്കുകയാണ്. അപ്പോൾ കനകയാണെങ്കിലും സുഖമായിട്ട് കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. അവൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ അവൾക്ക് AC-യുടെ തണുപ്പ് പ്രശ്നമായിരുന്നു, ഇപ്പോൾ അതുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ടു എന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് ദേഷ്യത്തോടു കൂടി എണീച്ച് പോകുന്നുണ്ട്. അപ്പോൾ കനക ഉറങ്ങിയിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണ്, ഇടങ്ങണിട്ടൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജ പോകുന്ന സമയത്ത് കനകയും പുറകെ പോകുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ജലജയാണെങ്കിലും ചെന്നിട്ട് ഇങ്ങനെ അബിയുടെയും അതുപോലെ തന്നെ നവ്യയുടെയും റൂമിൻ്റെ മുന്നിൽ വന്നിട്ട് വാതിലിൻ്റെ അവിടെയൊക്കെ ചെവി വെച്ച് നോക്കാനായിട്ട് എന്തെങ്കിലും ഒച്ചയും ബഹളവും കേൾക്കുന്നുണ്ടോ എന്നുള്ളതിൽ. അപ്പോൾ കനക അത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ കനക അയ്യേ എന്തൊരു സ്വഭാവം അവർക്ക്, ഇത്രയും വൃത്തികെട്ട സ്ത്രീ ആയിരുന്നു അവർ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ ചെവിയൊന്ന് വെച്ച് നോക്കിയിട്ട് ഒരു ഒച്ചയെനിക്കൊന്നും കേൾക്കാതെ ആകുമ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്നും കേൾക്കാനില്ലല്ലോ എന്ന്. അപ്പോഴേക്കും കനക പിറകെ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒന്നും കേൾക്കാനില്ല എന്ന് പറയുകയും ചെയ്യും കേട്ടോ ജലജ. അപ്പോൾ പെട്ടെന്ന് കനക ഇങ്ങനെ ജലജയുടെ തോളിൽ തട്ടി ഇങ്ങനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇത്രയ്ക്കും വൃത്തികെട്ട സ്വഭാവമാണോ? ലോകത്തുള്ളവരാണ് മുഴുവൻ തെറ്റും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എന്തോ വലിയ ശബ്ദം കേട്ടു, അപ്പോൾ അതുകൊണ്ട് നോക്കിയതാന്ന് പറയും. എന്നിട്ട് മറ്റാരും ഈ വീട്ടിലുള്ള മറ്റാരും ആ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ എന്ന് പറയാണ്. ഇനിയിപ്പോൾ നീ ഇത് ഇങ്ങനെ ഈ വീട്ടിലിങ്ങനെ മൈക്കെടുത്ത് എല്ലാവരെയും അറിയിക്കേണ്ട എന്നൊക്കെ പറയാണ്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരെയും ഒന്നും അറിയിക്കുന്നില്ല, നിങ്ങളുടെ മകനും മരുമകളെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കനകേനോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ സ്വഭാവം ഞങ്ങളാരും കാണിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ കനക എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ജലജയാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇത് വീട്ടിലുള്ള എല്ലാവരെയും അവളെ അറിയിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കനക പോകുന്ന സമയത്ത്. പിന്നീട് കറണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ആദർശ് ഉണരുന്നുണ്ട്, കറണ്ട് പോയല്ലോ, അങ്ങനെ ഇൻവെർട്ടറും വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെ നയന നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആ സൈഡ് ടേബിളിൽ നിന്ന് ഫോൺ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ നീട്ടുന്ന സമയത്ത് നയന പെട്ടെന്ന് ചാടി എണീക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെന്താ ഈ ചെയ്യുന്നത്? ഇങ്ങനെ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ അപ്പോൾ ഇതാണല്ലേ നിങ്ങളുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ ഉമ്മ വയ്ക്കാൻ വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്താ ഈ പറയുന്നതെന്നൊക്കെ ആദർശം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഈ കട എനിക്ക് തിരിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നയനിയാണെങ്കിലും ഉമ്മ വയ്ക്കാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പെട്ടെന്ന് വേണ്ട വേണ്ട നീ എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് എണീറ്റ് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ നയനിയാണെങ്കിലും വിട്ടു കൊടുക്കാതെ ആദർശിൻ്റെ കൂടെ തന്നെ അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിലും ആ വാതിലിൻ്റെ അവിടെ വന്നിട്ട് അങ്ങ് നിൽക്കുന്ന സമയത്ത് നയനെ ചിരിച്ചുകൊണ്ട് അങ്ങ് പിടിവിടുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തവണത്തേക്ക് ഞാൻ എന്തായാലും വിട്ടിരിക്കുന്നു, അപ്പോൾ നാളെ എന്തായാലും ഇത് മുത്തശ്ശീനോടും പറയണം, രാത്രി എന്നെ ഉറങ്ങാൻ വിടുന്നില്ല എന്ന് അവരും കൂടെ അറിയട്ടെ എന്ന് പറയാനുണ്ട്. അപ്പോൾ നിനക്ക് എന്തിൻ്റെ കേടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിത് അവരോട് പറയാതിരിക്കണമെങ്കിൽ എനിക്ക് ഈ കടം വീട്ടാനുള്ള അവസരം തരണം, അല്ലെങ്കിൽ ഞാനത് പറയുമെന്ന് പറയണ്ട. പിന്നെ എന്തായാലും വേണ്ട, ഞാൻ പറയുമ്പോൾ മതി എന്ന് പറയാണ്. എന്നിട്ട് പിന്നീട് എന്തായാലും ആ ടേബിളിൽ നിന്ന് ഫോണൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കറണ്ട് വരും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ നോക്കാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കും. ഫോൺ എടുത്ത് കൊടുത്തിട്ട് കറണ്ട് വന്നല്ലോ എന്ന് പറയും. ആ നേരത്തെയും കറണ്ടൊക്കെ ഉണ്ടായിരുന്നു, രാത്രിയാകുമ്പോൾ ഇങ്ങനെ ഓരോ സ്വഭാവം വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നയന പറയുന്നുണ്ട്, എനിക്ക് കിടന്നുറങ്ങാൻ നോക്കുന്നു. രണ്ടുപേരും കയറി കിടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നയന ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആദർശിനെ. അപ്പോൾ ആദർശ് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, ഇങ്ങനെ ഉണ്ടാകുന്ന കിടക്കുമോ എന്നൊക്കെ പറയും കേട്ടോ. പിന്നീട് രണ്ടുപേരും കിടന്നങ്ങ് ഉറങ്ങുന്നുണ്ട്. പിന്നീട് രാവിലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ജലജയാണെങ്കിലും അബിയുടെയും നവിയുടെയും റൂമിൻ്റെ മുന്നിൽ നിന്നിട്ട് ചൂലും എടുത്ത് അടിച്ചു ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കനകയ്ക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഇവൾക്കൊരു പ്രശ്നം ഉണ്ടായില്ലേ ഇന്നലെ രാത്രി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടിച്ചു വരുന്ന പോലെ കാട്ടുന്നത്. അപ്പോഴേക്കും അബി വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അബിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഇന്നലെ രാത്രി എത്ര തവണ വിളിച്ചു, നീ എൻ്റെ ഫോൺ എടുക്കാഞ്ഞേന്ന്. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ സൈലൻ്റ് ആക്കി വെച്ചിട്ട് അവനിങ്ങനെ അത് പിന്നീട് അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അതിന് ഇന്നലെ അമ്മേനെ വിളിക്കാനായിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയും. അപ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല എന്ന് ചോദിക്കും. അവൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജലജയ്ക്കാണെങ്കിലും ഭയങ്കര ഒരു സംശയമാണ് കേട്ടോ. അപ്പോൾ അവൾക്കൊരു ചെറിയ വയറുവേദന പോലും വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയും. അമ്മ എങ്ങനെ മരുന്ന് മാറി കൊടുത്തോ എന്ന് ചോദിക്കും. ഡോക്ടർ തന്ന മരുന്ന് തന്നെയല്ലേ കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ മരുന്ന് തന്നെയാണ് കൊടുത്തത്, ഞാൻ എന്തിനാ അത് മാറ്റി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നവ്യയുടെ മുറിയിൽ നിന്ന് നവ്യ ഇങ്ങനെ കൂക്കി വിളിക്കും കേട്ടോ. ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് അവളുടെ ശബ്ദമല്ലേ കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ചെന്ന് ഉടനെ തന്നെ ഇങ്ങനെ നവ്യനോട് ചോദിക്കുന്നത് എന്ത് പറ്റിയെന്നാണ് കേട്ടോ. അപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ മാത്രം പറയും. അപ്പോൾ നിനക്ക് എന്താ ഡോക്ടറെ കാണണോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അല്ല ബാത്റൂമിൽ എന്ന് പറയും. അപ്പോൾ ബാത്റൂമിൽ എന്താണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ചെറിയൊരു സന്തോഷമാവുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ എന്തായാലും പിന്നീട് അവിടെ ഇങ്ങനെ എന്തൊരു പല്ലീനെ കണ്ടിട്ടാണ് കേട്ടോ നവ്യ കരഞ്ഞിട്ടുണ്ടാവുക. എനിക്കതിനെ പേടിയാണ്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ ആകെ ഉള്ള പ്രതീക്ഷയും പോയി. അപ്പോൾ എന്തായാലും ആ പല്ലീനെ ഒന്ന് മാറ്റി താ അബി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാറ്റി കൊടുക്കണ്ട അബി എന്ന് പറയും. അപ്പോൾ നിൻ്റെ വീട്ടിൽ ചെതലരച്ച വീട്ടിൽ ഇങ്ങനെ ഇതുവരെ നീ പല്ലീനെയൊന്നും കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാനിതുപോലെ ഇടയ്ക്ക് കരയാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നീ ഇങ്ങനെ നാളെ തൊട്ട് ഇങ്ങനെ ഈ ലോകത്തിലുള്ള പല്ലികളുടെയൊക്കെ കണക്കെടുത്ത് അതിനൊക്കെ ഒഴിവാക്കി കൊടുക്കും നിൻ്റെ ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞ് കളിയാക്കും.
പിന്നീട് ജലജ പറയുന്നുണ്ടായിരുന്നു, ഈ പല്ലീനെയും പാറ്റേനെയും നല്ല പേടിക്കേണ്ടത് നിന്നെയും നിന്റെ അനിയത്തിനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ മൂർഖൻ പാമ്പ് വീട്ടിൽ കയറുന്നതിനെ കാട്ടി പ്രശ്നമാണ് നിങ്ങൾ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നവ്യ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ജലജേനെ നോക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.